ഒരു പ്രശ്നം വരുമ്പോൾ മനസ്സുള്ളവർക്ക് മനസ്സിന് പ്രശ്നം വരുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറും എഴുതാറുണ്ട്. അപ്പോൾ ഇപ്പോഴും സമൂഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. നമുക്ക് ഇഷ്ടംപോലെ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അതനുസരിച്ച് രോഗികളും പെരുകി വരുന്നുണ്ട് അല്ലേ. പൊതുവെ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. 10 പേര് സപ്പോർട്ടില്ലല്ലോ, കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, ഒരു കൂടിച്ചേരലില്ല, വിഷയങ്ങൾ തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ 10-ൽ 6 പേര് ഡിപ്രഷൻ ഉള്ളവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 10-ൽ 6 ഞാൻ വായിച്ച പഠനങ്ങൾ ശരിയാണെങ്കിൽ അത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. മലയാളിയുടെ കാര്യം പറഞ്ഞത്, മലയാളിയാണ് അതിൽ മുന്നിൽ ഡിപ്രഷന്റെ കാര്യത്തിൽ. പെട്ടെന്നുണ്ടല്ലോ നമുക്ക് മലയാളിയുടെ ഈ മദ്യപാനാസക്തിയുടെ ഒരു പ്രധാന കാരണം ഇത് തന്നെയായിരിക്കും. ഒരു മോചനം നേടാൻ വേണ്ടിയിട്ടായിരിക്കാം മദ്യമായാലും ഈ കഞ്ചാവായാലും ഇപ്പോൾ പുതിയ ലഹരി പദാർത്ഥങ്ങളിലെല്ലാം എന്തൊക്കെയോ നാവിൽ വെക്കുന്നതോ എന്തൊക്കെയോ പേരുള്ള എന്തായാലും അവന് എന്തോ ഒരു അസ്വസ്ഥം തേടിയാണ് അങ്ങോട്ട് പോകുന്നത്. അതിലും വലിയ കുരുക്കാണെന്നുള്ളത് അറിയില്ല. പിന്നെ തിരിച്ചു വരാൻ പെടുന്ന പാട് നമ്മൾ കാണുന്നതാണല്ലോ ചുറ്റുവട്ടത്തും. പൊതുവെ ഒരു എഴുത്തുകാരനാണ്. ഈ മതത്തിന്റെ ചട്ടക്കൂടുകളെ അത്രയധികം